കുറച്ചായി നമ്മൾ ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. പക്ഷെ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോ പറയുന്നതാണ്. നല്ലോണം ഗ്യാപ്പ് വന്നിട്ടുണ്ട് ചാനലിൽ. പക്ഷേ ഇന്നത്തെ നമ്മൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആത്മഹത്യ ചെയ്ത് ദീപക് എന്ന ചെറുപ്പക്കാരൻ്റെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒത്തിരി പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് ആ ഒരു പെൺകുട്ടി, കാരണം ആ പെൺകുട്ടി അപമാനിതയായെങ്കിൽ ആ പെൺകുട്ടിക്ക് കേസ് കൊടുക്കാമായിരുന്നു. പക്ഷെ അതിന് പകരം സോഷ്യൽ മീഡിയയിൽ ഇട്ട് അദ്ദേഹത്തിനെ അപമാനിച്ചുകൊണ്ട് എങ്ങനെ റീച്ച് ഉണ്ടാക്കാം, അതായത് 14,000 ഫോളോവേഴ്സ് ഉള്ളിടത്തു നിന്ന് ഒറ്റ ദിവസം കൊണ്ട് ആ കുട്ടിക്ക് കിട്ടിയത് 15,000 ഫോളോവേഴ്സ്, അതായത് 1000 ഫോളോവേഴ്സ് അധികം വന്നിട്ടുണ്ട്. അപ്പം സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണനയും അല്ലെങ്കിൽ നിയമത്തിൻ്റെ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ റീച്ച് ഉണ്ടാക്കാം എന്നത് മാത്രമായിരുന്നു ആ പെൺകുട്ടിയുടെ ചിന്താഗതി എന്ന് പറയുന്നത്. അപ്പം ഇവിടെയൊക്കെ നമുക്ക് എന്താ പോലെ ഭൂതമായിട്ടോ പ്രേതമായിട്ടോ പിശാചായിട്ടോ ഇതിലും എത്രയോ ഭേദമായിരിക്കും നമ്മുടെ പഴയ കല്യാൺ നീതി എന്നൊക്കെ പറയുന്ന സംഭവം. ഇതിലും വലിയ രസസ്ട്രസ്സൊക്കെ ഈ പെണ്ണിൻ്റെ മുമ്പിൽ തോറ്റുപോകും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചെറുപ്പക്കാരൻ്റെ രക്തം കുടിച്ചു എന്ന് തന്നെ ഞാൻ പറയും. അത് ഇത് മറ്റൊരാളായിരുന്നു അന്നത്തെ ഏര, മനസ്സിലായില്ലേ? ബക്സിൽ മനഃപൂർവ്വം കയറി വീഡിയോ എടുത്ത് റീച്ച് ഉണ്ടാക്കണം എന്ന മുൻകൂട്ടി ഉള്ള ധാരണയിൽ തന്നെ ആയിരിക്കണം ആ പെൺകുട്ടി വീഡിയോ എടുത്തിരിക്കുന്നത്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ബഹുമാനപ്പെട്ട ഈ കെവി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി കാണുന്നുണ്ടെങ്കിൽ ഒരു ഉപകാരം ചെയ്തത്. കാരണം കഴിഞ്ഞ ദിവസം ആരോ ഇട്ടൊരു വീഡിയോ ഉണ്ട്, അത് കണ്ടപ്പം വീഡിയോ ആണ്. പക്ഷെ എനിക്ക് ഭയങ്കര അത് ശരിക്കും തലേ കത്തിയാണ്. ബസ്സിൻ്റെ ഒക്കെ അടുത്ത് ഒരു ഗ്രില്ലിട്ട് അപ്പുറം സെപ്പറേറ്റ് ചെയ്യാം. കണ്ടക്ടർക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പ് വേണമെങ്കിൽ ഒരു ഡോർ ഇട്ട് കൊടുക്കാം. സെൻറ്ററിൽ ഗ്രില്ലിടുക, മറ്റേ ജയിലിൻ്റെ പോലെ ഒരു ഗ്രില്ലിടുക. ബേക്കിലും ഫ്രണ്ടിലും ഡോറുണ്ട്. പെണ്ണുകൾ കയറുന്നെങ്കിൽ ഫ്രണ്ടിൽ കൂടെ കയറിയിട്ട് ഫ്രണ്ടിൽ കൂടെ ഇറങ്ങിക്കോട്ടെ, ആണുകൾ പുറകെ കൂടെ കയറി സുരക്ഷിതമായിട്ടിരിക്കാം. അതല്ല എങ്കിൽ പുരുഷന്മാർക്ക് മാത്രം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കുറച്ച് എല്ലാ റൂട്ടിലും അങ്ങനെ പുരുഷന്മാർക്ക് കൊണ്ട് മാത്രം ഓടുന്ന ബസ് ഇറക്കാം. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. എങ്ങനെയാണ് പബ്ലിക് സർവീസ്, നമ്മൾ പബ്ലിക് വാഹനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? കാരണം അതല്ല എങ്കിൽ പബ്ലിക് വാഹനങ്ങൾ മൊത്തം നിരോധിച്ചിട്ട് എല്ലാവരും സ്വന്തം വാഹനങ്ങളിൽ പോട്ടെ. അപ്പോൾ ഈ വാഹനമില്ലാത്തവർ എന്ത് ചെയ്യും? എല്ലാവർക്കും ജോലിക്ക് പോകണ്ടേ? അപ്പം ഇതേപോലുള്ള ആൾക്കാർ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ജീവിക്കും? ഇതൊരു വലിയൊരു ചോദ്യമാണ്. ഇനി കാരണം ഇപ്പം ഏതോ ഒരു പെണ്ണ് പറയുന്നുണ്ടായിരുന്നു, ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ആ പെണ്ണ് ആത്മഹത്യ ചെയ്യുന്നു. അപ്പം ഇത് സോഷ്യൽ മീഡിയ ഇട്ട് കഴിഞ്ഞപ്പം എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ നിൽക്കും. ആ ചെറുപ്പക്കാരൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്തു വിചാരിച്ചില്ല. അപ്പം എല്ലാവർക്കും, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ആത്മാഭിമാനം എല്ലാവർക്കും ഉണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പം അതുകൊണ്ട് അതിന് മുറിവേറ്റ് കഴിഞ്ഞാൽ ആത്മാഭിമാനത്തിന് വില കൊടുക്കുന്നവൻ പിന്നെന്താ ചെയ്യുക? വേറൊന്നും ചെയ്യാനില്ല. അപ്പം അടുത്ത വീഡിയോ കാണാം. അപ്പം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാനലിൽ അറിയിക്കാം.